വിവോ ഇന്ന് പുറത്തിറക്കിയ അവരുടെ ഏറ്റവും പുതിയ വി സീരീസിലെ സ്മാർട്ട് ഫോൺ വിവോ V20 ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. സാധാരണ സ്മാർട്ട് ഫോണുകളുടെ ക്യാമറയ്ക്ക് ബാക്ക് ക്യാമറയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സെൽഫി ക്യാമറയ്ക്ക് വേണ്ടി ഒരു 8 മെഗാ പിക്സലിലെയോ അല്ലെങ്കിൽ ഒരു 16 മെഗാ പിക്സലിലേക്ക് ഒരു ക്യാമറ വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് സാധാരണ ചില സ്മാർട്ട് ഫോണുകളിൽ കാണാറുള്ളത്. എന്നാൽ വിവോ V20 എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടത് ഇവിടെ സെൽഫിക്ക് വേണ്ടി 44 മെഗാ പിക്സലിൻ്റെ ക്യാമറ നൽകിയിരിക്കുന്നു. മാത്രമല്ല സാധാരണ DSLR ക്യാമറയിലേക്ക് ഫോക്കസ് വളരെ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി ഐ ഓട്ടോ ഫോക്കസ് സംവിധാനം നൽകിയിട്ടുണ്ട്. മനുഷ്യൻ്റെ കണ്ണിനെ ആയിരിക്കും അത് കൂടുതൽ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുഖം എങ്ങോട്ട് ചലിച്ചാലും ഫോക്കസ് നഷ്ടപ്പെടാതെ കൃത്യമായ ഫോക്കസ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ ഈ ഐ ഓട്ടോ ഫോക്കസ് എന്ന ഫീച്ചറിന് കഴിയും. ഇത് DSLR ക്യാമറയിൽ മാത്രമൊക്കെ കണ്ടുവരുന്ന ഒരു ഫീച്ചറാണ്. അത് ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വിവോ V20 എന്ന സ്മാർട്ട് ഫോണിനെ മറ്റ് ഫോൺ ക്യാമറകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, അതും ഫ്രണ്ട് ക്യാമറയിൽ. മാത്രമല്ല ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K റെസൊല്യൂഷനിൽ സെൽഫി വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിനകത്ത് സ്ലോഫി എന്ന് പറയുന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. സ്ലോഫി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ മോഷൻ സെൽഫിയാണ് സ്ലോഫി. 240 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ലോ മോഷൻ സെൽഫി വീഡിയോകൾ എടുക്കാൻ സാധിക്കും. അങ്ങനെ ക്യാമറയ്ക്ക് ഏറെ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ വിവോ V20 എന്ന സ്മാർട്ട് ഫോണിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എപ്പോഴും വിവോ V സീരീസിൽ ഇറക്കുന്ന സ്മാർട്ട് ഫോണുകൾ ഇത്തരത്തിൽ ക്യാമറയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. നേരത്തെ വിവോ ഇതിന് തൊട്ട് മുമ്പ് V സീരീസിൽ ഇറക്കിയ സ്മാർട്ട് ഫോണാണ് വിവോ V19. നമ്മളിതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ വിവോയുടെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ പുറത്തിറക്കുന്ന ഫോണാണ് X സീരീസ് ഫോണുകൾ. അത്തരത്തിൽ വിവോ ഏറ്റവും പുതുതായി പുറത്തിറക്കിയ ഫോണാണ് വിവോ X50 Pro. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ ക്യാമറയുടെ മൊഡ്യൂളും ഡിസൈനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ വിവോയുടെ പ്രീമിയം ഫോണായിട്ടുള്ള X50 Proയുമായിട്ട് നല്ല ഒരു ലുക്ക് വൈസ് നല്ല ഒരു സാമ്യം തോന്നുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. കാരണം ഒരു പ്രീമിയം ഫോണിൻ്റെ ഡിസൈൻ ഇത്തരത്തിൽ V സീരീസിലെ ഒരു ഫോണിന് നൽകിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇനി ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതും മാറ്റ് ഫിനിഷ് നൽകിയിട്ടുള്ള ഗ്ലാസ് ബോഡിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഗ്ലാസ് ബോഡി ഉള്ള ഫോണുകൾ നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഫിംഗർ പ്രിൻറ്റ് പതിയാറുണ്ട്. പക്ഷേ ഇവിടെ അത്തരത്തിൽ ഫിംഗർ പ്രിൻറ്റ് പതിയുകയില്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ്. വളരെ തിന്നായിട്ടുള്ള ഒരു ഫോണാണിത്. വെറും 7.38 mm മാത്രമാണ് ഇതിൻ്റെ തിക്നെസ് എന്നുള്ളത് ഓർക്കുക. അതുപോലെ നമ്മൾ കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. വെറും 171 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഈ ഒരു ഫോണിന്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ആൻറ്റി ഗ്ലെയർ ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതുപോലെ ആൻറ്റി ഫിംഗർ പ്രിൻറ്റ് കോട്ടിങ്ങും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് അധികം ഫിംഗർ പ്രിൻറ്റ് പതിയാത്തത്. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തത്തിൽ ഇതിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോൺ നമ്മൾ കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല കയ്യിലൊക്കെ ഒതുങ്ങുന്ന തരത്തിലുള്ളൊരു ഡിസൈനാണ്. അധികം കനം ഈ ഒരു ഫോണിനില്ല. ആവശ്യത്തിനുള്ള ഹൈറ്റാണ് ഈ ഒരു ഫോൺ നൽകിയിരിക്കുന്നത്. കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കൈക്കുള്ളിൽ നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത്തവണ വിവോ V20ക്ക് വിവോ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതിനൊരു ബോക്സി ഫീല് നമ്മൾ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ അനുഭവപ്പെടുന്നുമുണ്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലതുവശത്ത് പവർ ബട്ടൺ, വോളിയം റോക്കേഴ്സ്, താഴെ 3.5 mm ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട്. നല്ല കാര്യം. ഇവിടെ മൈക്രോഫോൺ, ചാർജിങ്ങിനായിട്ട് USB Type-C പോർട്ട്, സ്പീക്കർ ഗ്രിൽ, ഇടത് സൈഡിൽ സിം ട്രേ, മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ഇനി ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണ് നമുക്ക് നോക്കാം. യെസ്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്. ഒരേ സമയം 2 സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാനാകും. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡിലേക്ക് വരാം. 6.44 ഇഞ്ചിൻ്റെ AMO LED ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് 408 ppi ആണ് ഇതിൻ്റെ പിക്സൽ പെർ ഇഞ്ച്. അതുപോലെ HDR10ൻ്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ നമ്മൾ മാക്സിമം ബ്രൈറ്റ്നസ്സിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ 600 nits ആണ് ഈ ഒരു ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ്. ഇതിൻ്റെ ബെസലുകളെക്കുറിച്ച് പറഞ്ഞാൽ ഫോണിൻ്റെ സൈഡിലൊന്നും അധികം കനമില്ലാത്ത ബെസലുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ചിന്നെന്ന് പറയുന്ന ഫോണിൻ്റെ താഴ്ഭാഗം ആവറേജ് സൈസാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് ഫ്രണ്ട് ക്യാമറ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നൽകിയിരിക്കുന്നത്. അതൊരു പഴയ ഡിസൈൻ പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകളിലും ഫ്രണ്ട് ക്യാമറ പഞ്ച് ഹോൾ ഡിസ്പ്ലേയിൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഒരു കടുക് മണി വലുപ്പത്തിലാണ് കൊടുക്കാറ്. പക്ഷേ ഇവിടെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് ഫ്രണ്ട് ക്യാമറ നൽകിയിരിക്കുന്നത്.
അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പതിപ്പായിട്ടുള്ള ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായി ഫൺ ടച്ച് ഒ എസിൻ്റെയും ഏറ്റവും പുതിയ പതിപ്പായിട്ടുള്ള ഫൺ ടച്ച് ഒ എസ് 11 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ചാനലിൽ നിന്ന് നിരവധി ഫോണുകൾ ഇത്തരത്തിൽ അൺബോക്സ് ചെയ്തെങ്കിലും ആൻഡ്രോയിഡ് 11 നമ്മൾ അൺബോക്സ് ചെയ്ത് ഔട്ട് ഓഫ് ദ ബോക്സ് എടുക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ആദ്യ ഫോണായി മാറി വിവോ V20. സെക്യൂരിറ്റി ഫീച്ചറുകളായി ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സംവിധാനവും ഫേസ് അൺലോക്കും നൽകിയിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് നൽകിയിരിക്കുന്നത്. രണ്ടും നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുമുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിനകത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചറുകൾ, ഇതൊരു 4G സപ്പോർട്ടുള്ള ഫോണാണ്. 2 സിം കാർഡുകൾ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. 2 സിം കാർഡും നമുക്ക് 4G വോൾട്ടേജ് സപ്പോർട്ട് ഉള്ള സിം കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഡുവൽ 4G വോൾട്ടേജ് സപ്പോർട്ടുള്ള ഫോണാണ്. അതുപോലെ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത സ്ഥലത്ത് വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്യാൻ സാധിക്കുന്ന വൈഫൈ കോളിംഗ് ഫീച്ചർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ്. FM റേഡിയോയുടെ സപ്പോർട്ടും അതുപോലെ OTG സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിൽ NFC സപ്പോർട്ട് നൽകിയിട്ടില്ല. ഈ ഒരു ഫോണിന് മോണോ സ്പീക്കർ സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ താഴെയാണ് സ്പീക്കർ ഗ്രില്ല് നൽകിയിരിക്കുന്നത്. മികച്ച ക്വാളിറ്റി സൗണ്ട് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. ഇത് സ്റ്റീരിയോ സ്പീക്കർ അല്ലെങ്കിൽ പോലും ഒരു സ്റ്റീരിയോ ക്വാളിറ്റി ഈ ഒരു ഫോണിൻ്റെ ഓഡിയോയിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മികച്ച സൗണ്ട് ഔട്ട്പുട്ട് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. അടുത്തത് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയാണ്. HDR10 സപ്പോർട്ടും അതുപോലെ AMO LED ഡിസ്പ്ലേയും ഒക്കെ ആയതുകൊണ്ട് തന്നെ മികച്ച ഒരു വീഡിയോ ക്വാളിറ്റി ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. കളറൊക്കെ വളരെ മനോഹരമാണ്. LED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ഡിസ്പ്ലേയിലെ കറുത്ത ഭാഗങ്ങളൊക്കെ നല്ല ഷാർപ്പ് ബ്ലാക്ക് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. മികച്ച ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോൺ നൽകുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് ക്യാമറ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് നൽകിയിരിക്കുന്നത്. അത് വീഡിയോ വ്യൂയിങ്ങിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളെങ്കിലും നമ്മളെ ഒരു അല്പം ബുദ്ധിമുട്ടിക്കും. പിന്നീട് നമ്മളത് യൂസ്ഡ് ആകുമ്പോൾ അതും ഒരു പ്രശ്നമല്ലാതായി തീരുകയും ചെയ്യും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 720G എന്ന ഒക്ടാകോർ പ്രോസസ്സറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതൊരുവിധം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. പ്രത്യേകിച്ച് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് യാതൊരു പ്രശ്നവും സൃഷ്ടിക്കാത്ത മികച്ചൊരു പ്രോസസ്സർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 720G. ഇത് പ്രധാനമായിട്ടും 2 വേരിയൻറ്റിലാണ് ലഭ്യമാവുക. 8GB RAM 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും 8GB RAM 256GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും. ചുരുക്കി പറഞ്ഞാൽ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് 8GB RAM ലഭിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് എടുത്തു പറയുന്നു. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് 64 മെഗാ പിക്സലിൻ്റെ നൈറ്റ് ക്യാമറയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈമറി ക്യാമറ ആയിട്ട് നൽകിയിരിക്കുന്നത്. അതുപയോഗിച്ചുകൊണ്ട് നല്ല മികച്ച ഫോട്ടോകൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും. സെക്കൻഡറി ക്യാമറയായിട്ട് 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് 120 ഡിഗ്രി വരെ വൈഡായിട്ടുള്ള ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. മാത്രമല്ല ഇതൊരു മൾട്ടി ഫംഗ്ഷൻ ക്യാമറയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു സെക്കൻഡറി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൂപ്പർ വൈഡ് ആംഗിൾ ചിത്രങ്ങൾ എടുക്കാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലെയർ ആവുന്ന ബോക്കെ ചിത്രങ്ങൾ എടുക്കാം. അതുപോലെ സൂപ്പർ മാക്രോ ചിത്രങ്ങളും ഈ ഒരൊറ്റ സെക്കൻഡറി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എടുക്കാൻ സാധിക്കും. മാക്രോ ഫോട്ടോകളെ കുറിച്ച് പറഞ്ഞാൽ ഒബ്ജക്റ്റിൽ നിന്നും ഫോണും ഒബ്ജക്റ്റുമായിട്ട് വെറും 2.5 സെൻറ്റിമീറ്റർ മാത്രം അകലത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ചെറിയ ഒബ്ജക്റ്റുകളെ പോലും വളരെ വലുതാക്കി എടുക്കാൻ ഈ ഒരു ഫോണിൻ്റെ സെക്കൻഡറി ക്യാമറയിൽ തന്നെ സാധിക്കും. മൂന്നാമത്തെ ക്യാമറയായിട്ട് ഒരു 2 മെഗാ പിക്സലിൻ്റെ മോണോ ലെൻസാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഈ ഒരു ഫോണിലെ മോണോക്രോം ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇപ്പം നമ്മളുടെ ഒരു ഫേസ്, നമ്മുടെ ശരീരം മാത്രം കളറിൽ വരികയും ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മോണോക്രോം. ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഡ്യുവൽ വ്യൂ വീഡിയോ എന്ന് പറയുന്നൊരു ഫീച്ചറാണ്. അതായത് നമുക്ക് ഒരേ സമയം ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഒരു വീഡിയോയുടെ 2 ഭാഗങ്ങളായി ഒരു പകുതിയിൽ ഫ്രണ്ട് ക്യാമറയിൽ നിന്നുള്ള വിഷ്വലും മറുപകുതിയിൽ ബാക്ക് ക്യാമറയിൽ നിന്നുള്ള വിഷ്വലുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം നമുക്ക് ഷൂട്ട് ചെയ്യാം. മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ബാക്കിലെ പ്രൈമറി ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും സെക്കൻഡറി ക്യാമറ ആയിട്ടുള്ള വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഇത്തരത്തിൽ ഒരുമിച്ച് 2 ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചും ബാക്കിലെ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചും ഒരുമിച്ച് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ സെൽഫി വീഡിയോയും മുമ്പിൽ നമ്മൾ കാണുന്നതും ഒരുമിച്ച് ഷൂട്ട് ചെയ്യാം എന്നുള്ളത് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രത്യേകതയായിട്ട് എടുത്ത് പറയട്ടെ. ഇത് കണ്ടില്ലേ, ഇത് വീഡിയോ ബോക്കെ എന്ന് പറയുന്ന എഫക്റ്റ് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഫേസും ശരീരവും മാത്രം ഫോക്കസ് ചെയ്യുകയും ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ബ്ലെയർ ആവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് വീഡിയോ ബോക്കെ.
അതുപോലെ ഈ ഒരു ക്യാമറയ്ക്ക് മോഷൻ ആട്ടോ ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടിയുണ്ട്. അതായത് നമ്മൾ സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫേസ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ഫേസിനനുസരിച്ച് ആ ഫേസിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ട് ഫോക്കസ് അവിടെ തന്നെ റീറ്റേൺ ചെയ്തുകൊണ്ട് ആട്ടോ ഫോക്കസ് ചെയ്യുന്ന ഒരു ഫീച്ചറും നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് എടുത്തു പറയുന്നു. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4000 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. വെറും 30 മിനിറ്റ് കൊണ്ട് തന്നെയും 65% ഈ ഒരു ഫോണിൻ്റെ ചാർജ് എത്തിക്കാൻ സാധിക്കുമെന്ന് വിവോ അവകാശപ്പെടുന്നുണ്ട്. ഫോൺ ചാർജ് ചെയ്യാനായിട്ട് USB Type-C കേബിളാണ് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം മറ്റ് എന്തൊക്കെ ആക്സസറീസ് വരുന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സിം എജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റ് പേപ്പർ വർക്കുകളും ഇതിനോടൊപ്പം ഉണ്ട്. വിവോയുടെ ഫ്ലാഷ് ചാർജർ 2 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വിവോ ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നത്. ഫോൺ ചാർജ് ചെയ്യാനായിട്ട് USB Type-C കേബിൾ, ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ ഹെഡ്സെറ്റ് നൽകിയിട്ടുണ്ട്. 3.5mm ഓഡിയോ ജാക്കിൽ കണക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ഹെഡ്സെറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം വരുന്നത്. ഈ ഒരു ഫോൺ 3 വ്യത്യസ്ത നിറങ്ങളിലാണ് ലഭ്യമാവുക. മിഡ് നൈറ്റ് ജാസ്, മൂൺലൈറ്റ് സൊനാറ്റ, സൺസെറ്റ് മെലഡി കളർ. ഇതിൽ നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത് മിഡ് നൈറ്റ് ജാസ് എന്ന കളർ വേരിയൻറ്റിൽ പെടുന്നതാണ്. ഈ 3 കളറിലും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ എന്ന് പറയുന്നത് സൺസെറ്റ് മെലഡി കളറാണ്. അതൊരു വേറെ ലെവലിലെ കളറാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ പറഞ്ഞ സൺസെറ്റ് മെലഡി കളർ. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ സാർ വാല്യൂ അറിയേണ്ടവർക്കായിട്ട് സാർ വാല്യൂ പറയാം. ഹെഡിന് 0.89ഉം ബോഡിക്ക് 0.49ഉമാണ് ഇതിൻ്റെ സാർ വാല്യൂ. വളരെ കുറഞ്ഞ സാർ വാല്യൂ ആണ് വിത്തിൻ ലിമിറ്റ്. അടുത്തതായിട്ട് ഏവരും കാത്തിരിക്കുന്നത് ഈ ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു ഫോൺ 2 വേരിയൻറ്റിൽ ലഭ്യമാണ്. 8GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വില 24,990 രൂപയും. അതുപോലെ ഹയർ വേരിയൻറ്റ് 8GB റാം 256GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വില 27,990 രൂപയുമാണ്. ഒക്ടോബർ 13 മുതൽ, അതായത് ഇന്ന് മുതൽ നമുക്ക് ഈ ഒരു ഫോൺ പ്രീ ബുക്ക് ചെയ്യാൻ സാധിക്കും. ഒക്ടോബർ 20 മുതൽ നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങാവുന്നതാണ്. അപ്പോൾ വിവോ V20 എന്ന ഫോണിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. ഇതുപോലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകളുടെ വിശേഷങ്ങൾ ഏറ്റവും ആദ്യം മലയാളത്തിൽ നിങ്ങളുടെ മൊബൈലിലെ യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്. ബൈ.